പൂരാവേശത്തിലാണ്. ലോകമെമ്പാടുമുള്ള തൃശ്ശൂർകാർക്കും ഇത് വലിയൊരു ആവേശത്തിൻ്റെ ദിവസമാണ്. നമുക്കൊപ്പം എസ് വിജയകുമാറും ആഷ്മി താജ് ഇബ്രാഹിമും കൂടി പൂരപ്പറമ്പിൽ നിന്ന് തത്സമയം ചേരുന്നു. പൂരത്തിൻ്റെ എല്ലാ ആവേശവും ഒപ്പിയെടുത്ത് പ്രേക്ഷകരെത്തിക്കാൻ നമ്മുടെ ടീം തൃശ്ശൂരിൽ സജ്ജമാണ്. അവരിലേക്ക് പോകുന്നു. ആദ്യം ആഷ്മിയിലേക്കും വിജയകുമാറിലേക്കും. ഗുഡ് മോർണിംഗ് എഗെയിൻ. പ്രിയപ്പെട്ട പ്രേക്ഷകരൊക്കെ തന്നെ തൃശ്ശൂർ നഗരത്തിൻ്റെ ആവേശത്തിൽ അലിഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് പ്രേക്ഷകരിൽ മനസ്സിലാകുന്നത്. വിവരങ്ങൾ എന്തൊക്കെയാണ്? ഏറ്റവും അവസാന ലാപ്പിലേക്ക് പൂരം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഇന്ന് പൂരാവേശത്തിൻ്റെ ഇടയിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് എന്താണ്? പറയൂ ആഷ്മി. ഇവിടെ പൂരം അതിൻ്റെ ആവേശത്തിൻ്റെ പരകോടിയിലേക്ക് കൊട്ടിക്കയറുകയാണ്. ഒരു തർക്കവുമില്ല. പോയ കാലങ്ങളിൽ നമ്മൾ കണ്ട പൂരം ഓരോ പൂരത്തിനും ആവേശം ഇരട്ടിക്കുമെന്നാണ് ഇവരുടെ ശാസ്ത്രം. അങ്ങനെ തന്നെ സംഭവിക്കുന്നു. കൂടുതൽ നൂറുകണക്കിന് ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുകയാണ്. ഇവിടെ ഇവിടെ കണിമംഗലം ശാസ്താവിൻ്റെ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞു. ഇനി പോരാളും ചെമ്പൂക്കാവ് ഭഗവതി, പനമുക്കുംപിള്ള, കാരമുക്ക്, ലാലൂർ, ചൂരക്കോട്ടുക, വയ്യന്തോൾ, നീതലക്കാവ് ഭഗവതിമാർ ഇങ്ങോട്ടേക്ക് എത്തുന്നതോടുകൂടി ചെറുപൂരങ്ങളുടെ വരവ് പൂർണ്ണമാവും. അത് പ്രധാന ഭാഗമാണ്. അതിനുശേഷം മടത്തിൽ വരവ്, പഞ്ചവാദ്യം, അതിനുശേഷം ഇലഞ്ഞിത്തറമേളം, അതിനുശേഷം കുടമാറ്റം, അതിനുശേഷം വെടിക്കെട്ട്. അങ്ങനെ ഈ കാലാകാലങ്ങളിൽ ഈ പൂരത്തൽ ചടങ്ങുകൾക്ക് യാതൊരുവിധ കുറവുമില്ലെങ്കിൽ കൂടിയും ഓരോ തവണ വരുമ്പോഴും പുതിയ പൂരം ആളുകൾ പറയുകയാണ്. ഇവിടെ തൃശ്ശൂർ മേയർ എം കെ വർഗീസ് മേയർ എങ്ങനെയുണ്ട്? പൂരത്തെ ഒരുക്കങ്ങളൊക്കെ പൂർണ്ണമാണ്. നല്ല ചൂടാണ്. ആ ചൂടിന് വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനവും കോർപ്പറേഷൻ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. നമ്പർ 1 നമുക്കറിയാം, ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരുന്നത് പുറമെ നിന്ന് വരുന്ന ആൾക്കാർക്ക് കുടിവെള്ളം കിട്ടാനുള്ള ബുദ്ധിമുട്ടാണ്. അതിനുള്ള എല്ലാ സജ്ജീകരണവും, കാരണം നമ്മൾ 25,000 ലിറ്റർ തൈരാണ് ഈ പ്രാവശ്യം മേടിച്ചേക്കുന്നത്. സ്വരാജ് റൗണ്ടിന്റെ 5 പ്രദേശത്ത് എപ്പോഴും ഇത് വെള്ളം കിട്ടാവുന്ന, ഒരു ദിവസം മുഴുവൻ പൂരം വന്ന് കഴിയുന്നത് വരെ എല്ലാവർക്കും വെള്ളം കൊടുക്കാവുന്ന സംരംഭമുണ്ട്. കുപ്പി വെള്ളം കൊടുക്കാനുള്ള സംവിധാനം കൊടുത്തിട്ടുണ്ട്. ORS കൊടുക്കുന്ന സംവിധാനം ചെയ്തിട്ടുണ്ട്. അപകടങ്ങളിൽപ്പെട്ടാൽ ആക്സ് എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിൽ കൂടി ഈ പറഞ്ഞ സ്ട്രക്ചർ സംവിധാനമുണ്ട്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും ഏത് സമയത്തും ഓടിപ്പോവാവുന്ന വിധത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മൾ പഠിച്ചു. എല്ലാത്തിനും താങ്ക് യു. അപ്പോൾ തൃശ്ശൂർ മേയർ സംസാരിക്കുന്ന ഒരുക്കങ്ങളെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു. അങ്ങനെ മനുഷ്യാധ്വാനത്തിൻ്റെ വലിയ പാഠം കൂടിയാണ് തൃശ്ശൂർ പൂരം. അങ്ങനെ ചെറിയ ആൾക്കാർ മുതൽ, വെള്ളം കൊടുക്കുന്ന ആൾക്കാർ മുതൽ, വലിയ അങ്ങനെ മുകൾ ശ്രേണിയിൽപ്പെടുന്ന ആൾ വരെ നീളുന്ന ചങ്ങല പോലെ നീളുന്ന ഇഴപൊട്ടാ നിൽക്കുന്ന ഒരു വലിയ മനുഷ്യച്ചങ്ങലയുടെ മനുഷ്യാധ്വാനത്തിൻ്റെ മാനവികതയുടെ മഹോത്സവം കൂടിയാണ് തൃശ്ശൂർ പൂരം. അപ്പോൾ അങ്ങനെ അടുത്ത ചെറുപൂരം ഇനി വരാനുള്ളത് ചെമ്പൂക്കാവ് ഭഗവതിയാണ്. അല്പസമയത്തിനകം ചെമ്പൂക്കാവ് ഭഗവതി അടിവച്ച് വരികയാണെന്നാണ് പറയുന്നത്. പൂരം കയറ്റുക എന്നാണ് പറയുക. അങ്ങനെ പൂരം കയറ്റി ഓരോരുത്തരും ഇങ്ങോട്ടേക്ക് വരുന്നു. 10 പൂരങ്ങൾ, 10 തലയാണെന്നാണ് പറയുന്നത്. ദശദേവ ദർശനം എന്നൊക്കെ പറയാറുണ്ട്. പൂരത്തിൻ്റെ പൂരരാവണൻ അല്ലെങ്കിൽ പൂരത്തിൻ്റെ 10 തലകൾ എന്നൊക്കെ അതിനെ പറയാറുണ്ട്, വിശേഷിപ്പിക്കാറുണ്ട്. SK അങ്ങനെ 10 പേർ വന്നു കഴിഞ്ഞാൽ പിന്നെ മടത്തിൽ വരവാണ്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇത് വല്ലാത്തൊരു ഡിസൈനാണ്. SK ഇത് 222 വർഷം മുമ്പ് ശക്തൻ തമ്പുരാൻ ഒരു പണിക്കുറ്റവും ഇല്ലാതെ കുറ്റം ചെയ്ത ഡിസൈൻ അങ്ങനെ തുടരുന്നു എന്ന് പറഞ്ഞാൽ ഓരോ പൂരവും വരുന്നു, മറ്റൊരു പൂരം തടസ്സപ്പെടുത്തുന്നില്ല, അത് വന്നു പോകുന്നു. ഏതെങ്കിലും തരത്തിൽ ഈ പൂരത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു ക്രിയയല്ല ഒരു സമയം, പല ക്രിയകൾ ഒരേ സമയം നടക്കുമ്പോൾ പോലും ഒരു ക്രിയയെ പോലും ഒരു കർമ്മത്തെ പോലും ഒന്നും തടസ്സപ്പെടുത്താത്ത രീതിയിൽ വളരെ അമേസിംഗ് ഡിസൈൻ എന്നതിന് കൃത്യമായി പറയാവുന്ന തരത്തിലുള്ള ഒരു ഡിസൈൻ ഇവിടെയുണ്ട്. വടക്കുന്നാഥൻ്റെ ക്ഷേത്ര സന്നിധിയിലേക്ക് നൂറുകണക്കിന് തൃശ്ശൂർകാർ, നൂറുകണക്കിന് മലയാളികൾ, വിദേശികളൊക്കെ ഇങ്ങോട്ടേക്ക് എത്തുകയാണ്. പൂരം ലോകത്തിലെ തന്നെ ഏറ്റവും മഹാവിസ്മയമാണ് SK. ഒരു തർക്കം അക്കാര്യത്തിലില്ല. നമുക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് SK അപേക്ഷിക്കാനുള്ളത്, ഇനിയും ഒരിക്കലെങ്കിലും പൂരം കണ്ടിട്ടില്ലാത്തവർ ഉറപ്പായും കാണണം. അത് വൺസ് ഇൻ എ ലൈഫ് ടൈം മസ്റ്റായി വാച്ച് ചെയ്യണം. ഇല്ലെന്നുണ്ടെങ്കിൽ ജീവിതം പൂർണ്ണമാവില്ല. പൂരം കാണാതെ ജീവിതം പൂർണ്ണമായില്ലെന്ന് ഉറപ്പായും പറയാം. കാര്യം കേരളത്തിലെ മാത്രമല്ല, രാജ്യത്തെ മാത്രമല്ല, ലോകത്തിലെ തന്നെ ഏറ്റവും അധികം മനുഷ്യർ കൂടുന്ന 2ാമത്തെ വലിയ മഹോത്സവമാണ്. അത് കേരളത്തിൽ നടക്കുമ്പോൾ കേരളം ലോകത്തിന് സമ്മാനിക്കുന്ന ഒരു മഹോത്സവമാണ് എന്ന് പറഞ്ഞാൽ സിംഫണി എന്നൊക്കെ നമ്മൾ പറയില്ലേ, എലിഞ്ഞിത്തറമേളം എന്നൊക്കെ പറഞ്ഞ ബിഥോവൻ്റെയും മൊസാട്ടിൻ്റെയും ഒന്നും അല്ല യഥാർത്ഥ സിംഫണി. അത് 2 നൂറ്റാണ്ട് മുമ്പ് 250 മനുഷ്യർ അല്ലെങ്കിൽ 300ഓളം മനുഷ്യർ ഒരേ മനസ്സോടെ ഒരേ താളത്തിൽ കൊട്ടുന്ന പാണ്ടി എന്നൊക്കെ പറയുന്നത് മഹാവിസ്മയമാണ്. ആ വിസ്മയമൊക്കെ കണ്ടില്ലെങ്കിൽ മസ്റ്റായി കാണാൻ ഒരിക്കൽ വരണം. ഒരിക്കൽ വന്ന് SK പിന്നെ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടേയിരിക്കും. പിന്നെ എത്ര നാൾ പൂരമുണ്ടോ, എത്ര നാൾ മനുഷ്യരുണ്ടോ, അങ്ങോട്ടേക്ക് ആളുകൾ വന്നുകൊണ്ടിരിക്കും. കാര്യം അത്രത്തോളം നമ്മളെ പിടിച്ച് അടുപ്പിക്കുന്ന വല്ലാത്തൊരു കാന്തിക ശക്തി, ഒരു കാന്തിക വലയം ഇവിടെയൊക്കെ ഉണ്ട്. തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ എത്താൻ പോകുന്നു. തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ്റെ കാര്യത്തിൽ ഒരു ഫിറ്റ്നസ് പ്രശ്നം ഉണ്ടായിരുന്നു. SK ആ ഫിറ്റ്നസ് പ്രശ്നമാകുമോ എന്ന സംശയമുണ്ടായിരുന്നു. പക്ഷേ എന്തായാലും ആ ഫിറ്റ്നസ് പ്രശ്നം ഉണ്ടാകുന്നില്ല. തെച്ചിക്കോട്ടുകാവ് ഒരുപാട് പേരുടെ ആരാധനാമൂർത്തിയാണ്. ദൈവമായി കാണുന്ന ആൾക്കാർ പോലുണ്ട്. നമ്മൾ കഴിഞ്ഞ തവണ വരുമ്പോഴേക്കും രാമ എന്ന് കണ്ണു നിറഞ്ഞ് വിളിക്കുന്ന ഒരുപാട് ആരാധകരൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ അവരുടെ ആവേശമായ രാമൻ ഇങ്ങോട്ടേക്ക് എത്താൻ പോകുന്നു.
എന്താണ് പാമ്പാടി രാജൻ എത്താൻ പോകുന്നു. ഒരുപാട് പേരുടെ ആരാധനാമൂർത്തികളായ ഒരുപിടി 30ഓളം ആനകൾ ഇവിടെ അണിനിരന്നങ്ങനെ നിൽക്കാൻ പോകുന്നു. എസ് കെ അടുത്ത അല്പസമയത്തിനകം. ഇനി വരുന്ന 36 മണിക്കൂർ സമാനതകളില്ലാത്ത, ലോകചരിത്രത്തിൽ ഇങ്ങനെയൊന്നില്ലാത്ത വിധമുള്ള ഒരു ദ ഗ്രേറ്റസ്റ്റ് എവർ ഷോ ഇൻ ദ പ്ലാനറ്റ് എർത്ത് എന്ന് അന്വർത്ഥമാക്കുന്ന അക്ഷരാർത്ഥത്തിൽ വിളിക്കാവുന്ന പൂരമണിക്കൂറുകളാണ് എസ് കെ എൻ. പൂരത്തിന്റെ ആവേശത്തിലാണ് എസ് കെ. ഓക്കെ, താങ്ക് യു. എസ് വിജയകുമാർ കൂടി നമുക്കൊപ്പം ചേരുന്നു. വിജയകുമാർ, പൂരലഹരിയിൽ മുങ്ങി കുളിച്ചോ? പറയൂ. എസ് കെ, ഇവിടെ നമ്മൾ നിൽക്കുന്നത് ഈ തെക്കേ ഗോപുര നടയിലാണ്. ഇവിടെ തന്നെ തുടരുന്നതിനൊരു കാരണം കൂടിയുണ്ട് എസ് കെ. ഇവിടെയാണ് യഥാർത്ഥത്തിൽ ഈ പൂരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളൊക്കെ നടക്കുന്നത്. എസ് കെ, ഒരു പക്ഷേ ഈ തെക്കേ ഗോപുര നടയുടെ ഒരു ഓർമ്മ എസ് കെനൊക്കെ ഉണ്ടാകും. നമ്മൾ ഇവിടെ ഈ 4 മണിക്ക് കുടമാറ്റത്തിന് ഈ തെക്കോട്ടിറങ്ങുക എന്ന് പറയുന്ന ചടങ്ങുണ്ട്. ഈ തെക്കേ ഗോപുര നട വഴി തിരുവമ്പാടിയും പാറമേക്കാവും ഇറങ്ങുന്നു. അവിടെ രാജാവിന്റെ പ്രതിമയെ വലം വെച്ച ശേഷം 2 ദേവസ്വവും ഇവിടെ അവരുടെ ആനകളെ ഇവിടെ നിരത്തി കഴിഞ്ഞാൽ അവിടെ ഒരു വടം കെട്ടിയാണ് സ്കെൻ പിന്നെ ആളുകളെ തിരിക്കുന്നത്. ഈ ദൃശ്യങ്ങളിൽ കാണാം. അപ്പോൾ ആ സമയത്ത് ഇവിടെ ഈ വടം കെട്ടിയത് പോലീസ് ഉദ്യോഗസ്ഥർ ഈ ആനകൾ നിരന്നു കഴിഞ്ഞാൽ വലിക്കും. പിന്നീട് ആ വടം അവിടുന്ന് മാറ്റിയാൽ പിന്നെ 2 സൈഡിൽ നിന്നും ഈ മനുഷ്യർ ഇങ്ങനെ ഒരു മഹാസമുദ്രം കണക്കെ ഇവിടേക്ക് അങ്ങനെ അണിനിരക്കുന്ന ഒരു കാഴ്ചയുണ്ട്. എല്ലാ പൂരത്തിൻ്റെയും നമ്മളുടെ മനസ്സിലുള്ള ഒരു ഫ്രെയിമാണത്. പിന്നെ നമ്മൾ പറയാറുണ്ട്, എന്താണ്, നിലത്തേക്ക് മണ്ണിട്ടാൽ വീഴാത്ത, അല്ലെങ്കിൽ മുട്ടുസൂചി കുത്താൻ സ്ഥലമില്ലാത്ത, പൂഴിയിട്ടാൽ താഴെ വീഴാത്ത തരത്തിൽ മനുഷ്യ മഹാസമുദ്രമാകുന്ന ഈ തെക്കേ ഗോപുര നടയിലെ ആ വിശാലതയാണ് നമ്മൾ ഈ കാണുന്നത്. ഇവിടെ പിന്നെ ആ സമയത്ത് അതാണ് നാളെ നമ്മൾ ഒരു പക്ഷേ പിന്നീട് കാണാൻ പോകുന്ന പൂരത്തിൻ്റെ നമ്മളുടെ മനസ്സിൽ നിൽക്കുന്ന ഒരു ഓർമ്മ ചിത്രം അതാണ്. ആ തെക്കേ ഗോപുര നടയാണ് എസ് കെ. ഇവിടെ ഇങ്ങനെ ആളുകളൊക്കെ ഇങ്ങനെ വന്ന് പോയി ഇതിലേക്ക് തിരികെ അവിടെ തന്നെ എത്തുകയും ചെയ്യും. അപ്പോൾ ഇന്നലെ ഒരു ദേവസ്വം ഭാരവാഹിയായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് വളരെ ലളിതമായി പറയാണ്, ഞങ്ങളുടെ കയ്യിൽ ഒരു 50 ആനയുണ്ട്. ആരാണ്? ഒരു ദേവസ്വം പറയാണ്, ഞങ്ങളുടെ കയ്യിൽ ഒരു 50 ആനയുണ്ട്, പാറമേക്കാവിൻ്റെ കയ്യിലും ഒരു 50 ആനയുണ്ട്. അപ്പോൾ ആനകളുടെയൊക്കെ എണ്ണം പറയുന്നത് ഒരു 19 ആന ഉണ്ട്. അതായത് ഒരു 100 ആന ഈ 2 ദേവസ്വത്തിൻ്റെയും കസ്റ്റഡിയിലുണ്ട്. അതിലേറ്റവും മികവുള്ളതാണ് അവരുടെ ഇന്നത്തെ എഴുന്നള്ളത്തിന് അവർ ഉപയോഗിക്കുന്നത്. അതുപോലെ ഘടകപൂരങ്ങൾ, എല്ലാ ഘടകപൂരങ്ങളും 5, 7, 9 എന്ന കണക്കിൽ അവരുടെ പക്കലും ആനകളുണ്ട്. അങ്ങനെ അതും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ടാണ്. ഇപ്പോൾ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എന്ന് പറയുന്ന ആനയെ ഇവിടെ എഴുന്നള്ളത്തിന് കൊണ്ടുവരുന്നതിന് എത്രയോ കടമ്പകളുണ്ടായിരുന്നു. ഹൈക്കോടതിയിലൊക്കെ പോയി വലിയ നിയമ പോരാട്ടമൊക്കെ നടത്തി. അങ്ങനെയാണ് ആ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എന്ന ആനയെ എഴുന്നള്ളിക്കുന്നത്. അത് അവരുടെ ഒരു ആഗ്രഹം, ഒരു വൈകാരിക പ്രശ്നമാണ് ഇവിടെ എഴുന്നള്ളത്തിന് ഉണ്ടാവുക എന്നത്. അതുപോലെ ഇപ്പോൾ പാമ്പാടി രാജൻ